Hi friends, welcome back to Anju's World. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ പുതിയതായിട്ട് വന്നവർക്കൊക്കെ വെൽക്കം ടു അവർ ഫാമിലി. ബിഗ് താങ്ക്സ് ഫോർ യു ഓൾ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യണത്. ഓപ്പൺ പോഴ്സ് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മുടെ ഫേസിന് ഒരു ശരിക്കും നമ്മുടെ ഫേസിൽ ഓപ്പൺ പോഴ്സ് വന്നാൽ എടുത്ത് കാണും, ഭയങ്കര ഒരു വൃത്തികേടാണ് അല്ലേ. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോ കാണിക്കാൻ പോണത്. പതിവ് പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇനിയും ഫ്യൂച്ചറിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ വീഡിയോസ് അപ്പോൾ തന്നെ മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അലോവേര ജെല്ലാണ് വേണ്ടത്. ഞാനിവിടെ വൗവിൻ്റെ അലോവേര ജെല്ലാണ് എടുക്കുന്നത്. 99% പ്യോർ അലോവേറയാണ് വൗ അലോവേറ ജെൽ. അതുപോലെ തന്നെ നോ പാരബൻസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് അലോവേറ നമ്മളുടെ വീട്ടിൽ നിന്ന് എടുത്ത് എങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കുള്ള ആ ഒരു കോൺഫിഡൻസില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഈ വൗവിൻ്റെ അലോവേറ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ചിലർക്കൊക്കെ ഫ്രഷ് അലോവേറ പിടിക്കില്ല, അലർജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചൊറിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പലർക്കും അത് പിടിക്കില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അലോവേറ തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പം അതും ശ്രദ്ധിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഫേസിന് ഒരു കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വൗവിൻ്റെ അലോവേറ ജെല്ല് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വേണ്ടവർ പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം, റിവ്യൂ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം കുറച്ച് ജെല്ല് എടുക്കുകയാണ്. ഇത്രയും ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെ രണ്ട് കയ്യിലാക്കിയിട്ട് ഫേസ് ഫുള്ള് ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ പോഴ്സ് ഉള്ള ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അലോവേറ നിങ്ങൾക്കൊക്കെ അറിയാം, നമുക്ക് ഫേസിന് നല്ല ഗ്ലോ കിട്ടും. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് മാറാൻ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് വന്നു പോകുമ്പം ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ വരില്ലേ, അപ്പോൾ അതൊക്കെ മാറാൻ നമുക്ക് അലോവേറ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഫേസ് ഫുള്ള് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ്സ് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് ഫേസ് ഫുള്ള് മസാജ് ചെയ്യണം. അതുപോലെ ഓപ്പൺ പോഴ്സ് ഉള്ള ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതുപോലെ നമുക്കിനിയും നെക്സ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഐസ് ക്യൂബ്. ഇതുപോലൊരു ഐസ് ക്യൂബാണ് വേണ്ടത്. ഇനിയും ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് നമുക്ക് ഈ ഫേസ് ഫുള്ള് നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു ഐസ് ക്യൂബ് കൊണ്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇതുപോലെ നന്നായിട്ട് എൻ്റെ ഐസ് ഇത്രയായി. അപ്പോൾ അതുവരെ ഞാൻ ഇത് നന്നായിട്ട് ഫേസ് ഫുള്ള് ആ ഐസ് ക്യൂബ് വെച്ച് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്നുകൂടെ മസാജ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക. നിങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പലർക്കും ടൈമിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ഒരു 1 ടൈം നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ അത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവും. ഒന്നുകിൽ രാവിലെ ചെയ്യുക, അല്ലെങ്കിൽ രാത്രിയിൽ ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് അതുകൊണ്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ നന്നായിട്ട് തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, ശരിക്കും നല്ല ഫേസിന് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ പോഴ്സ് ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ചെയ്യാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓപ്പൺ പോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ
ബൈ.